നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ കൊള്ള നടത്തുന്നവർക്ക് വർഷങ്ങൾക്ക് മുൻപേ മുന്നറിയിപ്പ് കൊടുത്തതാണ് അയ്യപ്പൻ. എന്നിട്ടും കൂസാതെ അയ്യപ്പന്റെ ശ്രീകോവിലിനുള്ളിൽ വരെ കയറി കൊള്ള നടത്തിയവന്മാർ ഇന്ന് അഴിക്കുള്ളിൽ കിടന്ന് നരകിക്കുകയാണ്. പുറത്തേക്കൊന്ന് ഇറങ്ങാൻ കഴിയാതെ ചത്തൊടുങ്ങുന്നതും ജയിലഴിക്കുള്ളിൽ തന്നെ ആകുമോ എന്നുള്ള ഭയമാണ് അവരെ വേട്ടയാടുന്നത്. അതായത് അയ്യപ്പൻ തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന കൊള്ള പുറത്തേക്ക് കൊണ്ടുവന്നത് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. വിശ്വാസികൾ ഇപ്പോൾ ശരണം വിളിക്കുകയാണ്. 2014 ശബരിമലയിൽ ഒരു ദേവപ്രശ്നം നടത്തിയിരുന്നു. അതിൽ തെളിഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ജയിലഴിക്കുള്ളിലേക്ക് പോകും എന്നുള്ളത്. ആ 2014 അയ്യപ്പൻ കൊടുത്ത ആ ഒരു താക്കീത്, അതിനെ മറികടന്നുകൊണ്ടായിരുന്നു വീണ്ടും അവിടെ പല ആവർത്തി കൊള്ള നടത്തിയത്. ആ കൊള്ള നടത്തിയ കൂട്ടരെല്ലാം ഇന്നിപ്പോൾ അകത്താണ്. അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ് തന്ത്രി പോലും കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്ന ഒരു ചിത്രം. അതായത് ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ദഹിക്കാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരോടായി ചിലത് പറയാനുണ്ട്. അതായത് ഇന്നിപ്പോൾ SIT തന്ത്രി രാജീവരെ ചോദ്യം ചെയ്തപ്പോൾ രാജീവരിൽ നിന്ന് അറിയാതെ ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നു. അതായത് രാജീവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് SIT ചോദ്യം ഉന്നയിച്ചു. കുറെ അധികം പണം തന്ത്രിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് പോലീസിൽ ഒരു പരാതി കൊടുത്തില്ല എന്നുള്ള ഒരു ചോദ്യമായിരുന്നു തന്ത്രിയോട് SIT ചോദിച്ചത്. മറ്റാർക്കും അറിയാത്ത ഈ ഒരു വിവരം SIT എങ്ങനെ അറിഞ്ഞു? ആ ഒരു വേവലാതിയായി പോയി പിന്നീട് തന്ത്രിയുടെ വായിൽ നിന്ന് വന്നത് അക്ഷരാർത്ഥത്തിൽ SITയെ ഞെട്ടിച്ചു. അതായത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തൻ്റെ കുറെ പണം നഷ്ടപ്പെട്ടു എന്നായിരുന്നു ഈ പറയുന്ന തന്ത്രി കണ്ഠരര് രാജീവര് മറുപടി പറഞ്ഞത്. പക്ഷേ SIT ചോദിച്ചത് മറ്റൊരു പണമിടപാടിനെ കുറിച്ചായിരുന്നു. അതായത് തിരുവല്ലയിലെ ഒരു ബാങ്കിൽ ഈ പറയുന്ന കണ്ഠരര് രാജീവര് 2.5 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു. പക്ഷേ ആ ബാങ്ക് പൊട്ടിപ്പൊളിഞ്ഞു പോയി. അങ്ങനെ ആ പണം നഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ചായിരുന്നു SIT ചോദിച്ചത്. പക്ഷേ ഈ പറയുന്ന തന്ത്രിയുടെ വായിൽ നിന്ന് വന്നതാകട്ടെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പണത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടു പോയതും ഈ പറയുന്ന ബാങ്കിൽ കൊണ്ടിട്ട 2.5 കോടിയും ഉൾപ്പെടെ കുറേ അധികം കോടിക്കണക്കിന് രൂപകൾ തന്ത്രിയുടെ കയ്യിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കൃത്യമായ അന്വേഷണത്തിലേക്കാണ് SIT കടക്കുന്നത്. ശബരിമല തന്ത്രിയായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം കോടികളുടെ സമ്പാദ്യം ഉണ്ടാകുന്നത്? ചെറിയ വിഷയമല്ല. ഈ സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാം കൃത്യമായ കണക്കുകൾ SITക്ക് മുൻപിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ തന്ത്രി വെളിപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഒരു സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് ചോദ്യം ചെയ്ത് ചെന്ന SITക്ക് മറ്റു ചില സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് തന്ത്രിയിൽ നിന്ന് വീണ് കിട്ടിയിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് കോടാനുകോടികളാണ് ഇവരെല്ലാവരും കൂടി അടിച്ചെടുത്തു കൊണ്ടുപോകുന്നത്. കണ്ഠരര് രാജീവരിൽ ഇപ്പോൾ സംശയം നീളുകയാണ്. അതായത് ഒരു ഊരാക്കുടുക്കിലേക്ക് ഈ പറയുന്ന തന്ത്രി എത്തിയിരിക്കുകയാണ്. രാജീവരിൽ ഉൾപ്പെടെയുള്ള ഉന്നതരിലേക്ക് അന്വേഷണം നീളുന്നുണ്ടെങ്കിലും പോലീസ് നടപടികളിലെ മെല്ലെപ്പോക്ക് പ്രതികൾക്ക് തുണയാകുകയും ചെയ്യുന്നുണ്ട്. കേസിൽ SIT ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ല എന്നാണ് സൂചനകൾ. ഇതോടെ പ്രധാന പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. 2.5 കോടിയുടെ നിക്ഷേപം പോയിട്ടും പരാതിയില്ലാതെ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ദുരൂഹതയാണ് നിഴലിച്ചു നിൽക്കുന്നത്. തിരുവല്ലയിലെ ഒരു സ്വകാര്യ ബാങ്ക് പൊട്ടിയിട്ടും അവിടെ നിക്ഷേപിച്ചിരുന്ന 2.5 കോടി രൂപ നഷ്ടമായതിൽ തന്ത്രി ഇതുവരെ എവിടെയും പരാതി നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക തന്ത്രിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടും ഇയാൾ പരാതിപ്പെടാതിരുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. കണക്കിൽ പെടാത്ത സമ്പത്താണിതെങ്കിൽ ഉറപ്പായും തന്ത്രി പരാതിപ്പെടാൻ പോകില്ലല്ലോ. ആ ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ഇതിനെ SIT വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ചോദ്യം ചെയ്യലിൽ വെള്ളപ്പൊക്കത്തിൽ പണം നഷ്ടമായ കാര്യം തന്ത്രി പറഞ്ഞുവെങ്കിലും ബാങ്ക് നിക്ഷേപത്തെക്കുറിച്ച് SITയോട് കൂടുതലൊന്നും പറയാൻ തയ്യാറായില്ല, മൗനം പാലിക്കുകയായിരുന്നു. വീണ്ടും ഈ തിരുവല്ല ബാങ്കിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടാണ് തന്ത്രിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളിലേക്കാണോ ഈ തുക വിരൽ ചൂണ്ടുന്നത് എന്നാണ് ഇപ്പോൾ SIT പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് SIT കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തുന്നത്. നമുക്കറിയാം, മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം കിട്ടിയിരുന്നു. അതായത് 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ജാമ്യം കിട്ടിയത്. ഇനി അടുത്തത് ജാമ്യം കിട്ടാൻ പോകുന്നത് പത്മകുമാറിനാണ്. കാരണം കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് ഇവർക്കെല്ലാം 90 ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും. അതാണ് നിയമവ്യവസ്ഥ.
പക്ഷേ പിന്നീട് പോറ്റിയാണ് ഇറങ്ങാൻ പോകുന്നത്. അതായത് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട ഓരോരുത്തരായി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയായിരുന്നോ ഭരണകൂടം ലക്ഷ്യം വെച്ചത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം വാസുവിനും പത്മകുമാറിനുമൊക്കെ ജാമ്യം കിട്ടേണ്ടത് ഇപ്പോൾ ഭരണകൂടത്തിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ ഒരു ആവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു നീക്കത്തിൽ SITയെ കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് എന്നുള്ള ഒരു ആരോപണവും വരുന്നുണ്ട്. അതായത് SITക്ക് മുകളിൽ ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നു എന്നുള്ളത്. ശാസ്ത്രീയ പരിശോധനയും കുറ്റപത്രത്തിലെ കാലതാമസവും ശ്രീകോവിൽ വാതിലിലെ സ്വർണത്തിന്റെ അളവ് കണ്ടെത്താൻ VSSC ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കൽ ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ താരതമ്യം ചെയ്ത് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ ഇനിയും സമയമെടുക്കുമത്രേ. ഈ പഴുതുപയോഗിച്ച് കുറ്റപത്രം സമർപ്പിക്കുന്നത് മാസങ്ങളോളം നീട്ടിക്കൊണ്ടുപോകാനാണ് SITയുടെ നീക്കമെന്ന് ആരോപണം വരുന്നു. കുറ്റപത്രം വൈകുന്നത് വഴി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനും കേസ് അട്ടിമറിക്കപ്പെടാനും സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷവും ആരോപണം ഉന്നയിക്കുന്നു. PS പ്രശാന്തിനും കുരുക്ക് മുറുകുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിൽ PS പ്രശാന്ത് മുഖ്യ പങ്കാളിയാണ് എന്നതിന്റെ സൂചനകൾ ലഭിച്ചതായിട്ടാണ് വിവരങ്ങൾ. ദ്വാരപാലക പാളികൾ കോടതിയെ അറിയിക്കാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ പ്രശാന്ത് ഉൾപ്പെടെ സംഘം ഗൂഢാലോചന നടത്തിയെന്നാണ് നിഗമനം. പാളികൾ കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി അന്നത്തെ ദേവസ്വം മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മാറ്റി പകരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ചുമതല നൽകിയതും ദേവസ്വം വിജിലൻസിനെ അറിയിക്കാതിരുന്നതും ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് അനുമാനം. സന്നിധാനത്ത് നടക്കുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തനവും മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും ദേവസ്വം വിജിലൻസിനെയും രേഖാമൂലം ബോർഡ് അറിയിക്കണമെന്നാണ് ചട്ടം. ഇത്തരമൊരു അറിയിപ്പ് ദ്വാരപാലക ശില്പപാളികൾ ഇളക്കിയെടുത്തപ്പോൾ നൽകിയിട്ടില്ല. അറിയിച്ചിരുന്നെങ്കിൽ അവർ വിവരം നൽകുമ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമായിരുന്നു. 2025 സെപ്റ്റംബർ 7 ഇളക്കിയെടുത്ത ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒരു മാസം മുൻപാണ് ഇപ്പോഴത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു ചുമതല ഏറ്റെടുത്തത്. തനിക്ക് മുൻപ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്നാണ് അദ്ദേഹം ധരിച്ചത്. കോടതിയുടെ അനുമതി തേടിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെ അടിയന്തരമായി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ബിജു റിപ്പോർട്ട് നൽകി. ദ്വാരപാലക ശില്പപാളികളിൽ സ്വർണം പൂശാൻ സന്നദ്ധനാണെന്ന് കാട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ ഇമെയിലും റിപ്പോർട്ടിനൊപ്പം നൽകിയിരുന്നു. സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം അറിയിച്ചതോടെയാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം തുടങ്ങിയത്. കേസിലെ ശാസ്ത്രീയ പരിശോധനയിലെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി VSSC ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കുന്നത് SIT തുടങ്ങിയിട്ടുണ്ട്. സങ്കീർണമായ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ നിന്ന് പലതും ഡീകോഡ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. പൂർണ്ണമായ സംശയ നിവാരണത്തിന് ഒരാഴ്ച കൂടി വേണമെന്നും പഴയ വാതിൽപ്പാളിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവുമായി താരതമ്യം ചെയ്യേണ്ടതുണ്ടെന്നും ശാസ്ത്രജ്ഞൻ വ്യക്തമാക്കുന്നു. നഷ്ടമായ സ്വർണത്തിന്റെ അളവ് കൃത്യമായി കണ്ടെത്താനാണ് നീക്കം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യൂണിറ്റ് മുരാരി ബാബുവിന്റെ മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നീക്കത്തിലേക്കും ഇതിനോടൊപ്പം തന്നെ വാസുവിന്റെയും പത്മകുമാറിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നീക്കത്തിലേക്കും ഇപ്പോൾ ED കടക്കുകയാണ്. കുറ്റപത്രം നൽകുന്നത് വൈകുമെന്ന് ഏതാണ്ടിപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാകാത്തതും അറസ്റ്റുകൾ ബാക്കിയുള്ളതുമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമാകുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി സമയം എടുത്തേക്കും എന്നാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ SITക്ക് മേൽ ഭരണകൂടം പിടിമുറുക്കിയെന്നുള്ള ഒരു വിമർശനമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം ഇപ്പോൾ അതിവിചിത്രമായ വഴികളിലേക്കാണ് പോകുന്നത്. യഥാർത്ഥ പ്രതികളെയും ഉന്നതരെയും തൊടാൻ മടിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തോക്കിൻമുനയിൽ നിർത്തുന്നത് ശബരിമലയിലെ ദേവപ്രശ്നം നടത്തിയവരെയാണ്. കടകംപള്ളി സുരേന്ദ്രൻ റഡാറിലാണ്. എന്നാൽ മുൻ മന്ത്രിയെ കൈവിലങ്ങ് വെക്കാൻ SITക്ക് ഭയമാണ്. PS പ്രശാന്തിന് കൊള്ളയിൽ പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടും അറസ്റ്റ് ചെയ്യാൻ ഭയക്കുകയാണ് SIT. കാരണം പ്രശാന്തിനെ തൂക്കിയാൽ ഉറപ്പായും മന്ത്രി വാസവനിലേക്ക് തിരിയേണ്ടി വരും. 2019 2024 നടന്നതിന്റെ അതേ മോഡൽ കൊള്ള 2025 നടന്നുവെന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. PS പ്രശാന്തിനായിരുന്നു അപ്പോൾ പ്രസിഡന്റ് പദവി ഉണ്ടായിരുന്നത്. ദേവസ്വം മന്ത്രി വാസവനും. തൂക്കേണ്ടി വന്നാൽ തൂത്തുവാരി പിടിച്ച് എല്ലാവരെയും തൂക്കേണ്ടി വരും. 2 മന്ത്രിമാർ അറസ്റ്റിലായാൽ ഭരണകൂടം താഴെ വീഴും. ഈ പേടിയിൽ SITക്ക് മേലെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് സമ്മർദ്ദം ശക്തമാണ്. അതുകൊണ്ട് അന്വേഷണത്തിന്റെ ദിശ തിരിക്കുകയാണ് SIT എന്ന ആരോപണം വരുന്നു. ശബരിമലയിൽ ദേവപ്രശ്നം നടത്തിയവരെ അന്വേഷണ പരിധിയിലേക്ക് എത്തിച്ച് നടത്തുന്ന സാഹസം മറ്റ് അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള കളി മാത്രമാണെന്നാണ് വിവാദം.
ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ബംഗളൂരുവിലെ വമ്പൻ സ്വർണ്ണക്കടയുണ്ട്. കേരളത്തിൽ വേരുകളുള്ള വമ്പൻ ഗ്രൂപ്പിനെ വെറുതെ വിടുന്നു. അവരെ തൊടാൻ പോലും SIT ഭയക്കുന്നു. എന്നാൽ ദേവപ്രശ്നം നടത്തിയവരെ മാത്രം വിടുന്നില്ല. 2018 നടന്ന ദേവപ്രശ്നത്തിലെ കണ്ടെത്തലുകൾ സ്വർണ്ണ കവർച്ചയ്ക്ക് മറയാക്കിയോ എന്നാണ് പോലീസിന്റെ സംശയം. ഭഗവാന്റെ ശ്രീകോവിലിലും വാതിലും കട്ടിളയ്ക്കും വൈകല്യമുണ്ടെന്ന ദേവപ്രശ്ന വിധി വിശ്വസിച്ച് നവീകരണം നടത്തിയതിന്റെ മറവിൽ സ്വർണം കടത്തിയെന്നാണ് ആരോപണം. വിശ്വാസത്തിന്റെ ഭാഗമായി ദേവപ്രശ്നം നടത്തിയ ജ്യോത്സ്യരുടെ മൊഴിയെടുക്കാനുള്ള പോലീസിന്റെ നീക്കം ഇപ്പോൾ ചില പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ അത് അനിവാര്യം തന്നെയാണ്. കാരണം 2018 ഒരു ദേവപ്രശ്നം വെക്കുമ്പോൾ അതിൽ കട്ടിളപ്പാളിക്ക് ചരിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവിടെ നിന്ന് എടുപ്പിച്ചതെങ്കിൽ അതിലൊക്കെ സംശയം തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിൽ പ്രതിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ മുൻപ് കണ്ടതായിരുന്നു തന്ത്രിയുടെ കാര്യത്തിലും വലിയ പ്രതിഷേധവുമായിട്ട് പലരും രംഗത്തേക്ക് വരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ തന്ത്രിയെക്കുറിച്ച് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്താണ്? തിരുവല്ലയിലെ ഒരു ബാങ്കിൽ 2.5 കോടി കൊണ്ടുപോയി നിക്ഷേപിച്ച് അത് പോയിട്ടും പരാതിപ്പെടാത്ത തന്ത്രി. വെള്ളപ്പൊക്കത്തിൽ വേറെ കുറച്ച് പണം നഷ്ടപ്പെടുന്നു. അത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ഇടപാടുകൾ ഇവർക്കൊക്കെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വശവും അന്വേഷിക്കണം എന്നുള്ളതാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.